അടുത്ത വാർത്ത. എന്താ ചെയ്യാ, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ടുണ്ട്, അല്ലാതെ ഫുഡ് കഴിച്ചു അല്ലാതൊന്നും വാങ്ങിച്ചിട്ടില്ല. ചോറ്, ബിരിയാണി, ചായ കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടുണ്ട്. ചോറൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല. ഓക്കെ. നമ്മുടെ എന്താണ് രാജ്യത്തിന്റെ ഏറ്റവും നല്ല ട്രെയിനാണെന്ന് പറയുന്ന ട്രെയിനല്ലേ വന്ദേ ഭാരത്. വന്ദേ ഭാരതിൽ കയറാനായിട്ട് ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കാറുണ്ട്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും എനിക്ക് വന്ദേ ഭാരതിലൊന്ന് കയറണം എന്നുള്ളത്. മരിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, എനിക്കും തോന്നിയിട്ടില്ല വന്ദേ ഭാരതിൽ കയറണമെന്നൊന്നും. പക്ഷെ കുറേ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വന്ദേ ഭാരതിൽ കയറണം, അത്ര അടിപൊളി ട്രെയിനാണ്, വ്ളോഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വന്ദേ ഭാരത് നല്ല അടിപൊളി ട്രെയിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് പൊക്കി പറഞ്ഞായിരുന്നു. ഇപ്പം വന്ദേ ഭാരത് തിരുനെൽവേലി വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ചെറു പ്രാണികളെ കണ്ട സംഭവത്തിൽ റെയിൽവേ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. 1,00,000 ഭക്ഷണ വിതരണ ഏജൻസിക്ക് 1,00,000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. സാമ്പാറിലാണ് പ്രാണിയെ കണ്ടെത്തിയത്. അപ്പോൾ യാത്രക്കാർ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ എന്തായാലും മാപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ഇന്നാളിൽ ഒരെണ്ണം വായിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ജപ്പാനിലോ അവിടെ എവിടെയോ ഒരു സ്ഥലത്താണ് ആള് ലേറ്റായി. അതായത് ട്രെയിൻ ആൾക്ക് 10 മണിക്ക് 11 മണിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ട്രെയിൻ വരേണ്ട സമയം എങ്ങാണ്ട് 8:30 പക്ഷെ ട്രെയിൻ വന്നത് 9:30. അപ്പം അതിൻ്റെ ബേസിൽ എന്താണ് ഈ ആൾക്ക് അത്രയും ലേറ്റായി, ഇൻ്റർവ്യൂവിന് എന്നപ്പോഴത്തേനും വളരെ ലേറ്റായി. അപ്പോൾ ആള് പരാതി കൊടുത്തു. റെയിൽവേ അദ്ദേഹത്തിന് പിഴ ചുമത്തി. റെയിൽവേ അല്ലല്ലോ, നമ്മുടെ ഉപഭോക്തൃ കോടതിയോ, ആ കോടതി, കൺസ്യൂമർ കോർട്ടില്ലേ, അവര് റെയിൽവേക്ക് പിഴ ചുമത്തിയിട്ട് അദ്ദേഹത്തിന്റെ ടിക്കറ്റിന്റെ പൈസയും എത്ര അവറാണോ അദ്ദേഹത്തിന് മിസ്സായത് ആ അവറിന്റെ ചേർത്തൊരു കാൽക്കുലേറ്റ് ചെയ്ത് പൈസ പരിഹാരമായിട്ട് കൊടുത്തു. ഇപ്പം ഇന്ത്യൻ റെയിൽവേ പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് മാപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ ചായ മാത്രമേ കുടിക്കാറുള്ളൂ, വേറെ ഒന്നും വാങ്ങി കഴിക്കാറില്ല. എനിക്ക് എന്തോ പോലെ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നും വാങ്ങുമ്പോൾ. പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. അപ്പൊ എന്തായാലും വന്ദേ ഭാരതിലാണ് സംഭവം. അവര് പാചകം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇതും ഇല്ലെന്ന് അവര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രാണി അതാ അവര് തുടർന്ന് അന്വേഷിക്കുന്നതാണ്. ഇപ്പൊ പാചകം ചെയ്യുന്ന അവിടെയും പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നവരെയും പ്രശ്നമില്ല, അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇതെന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. കൊണ്ടുവന്നപ്പോ സാധനം തുറന്നിരുന്നാലേ അതിനകത്ത് വീഴുള്ളൂ, തുറന്നിരിക്കാത്തപ്പോ എങ്ങനെ വീഴും? അല്ലെങ്കിൽ ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പ്രാണി വന്ന് വീണതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ പ്രാണിക്ക് ജീവൻ കാണുമല്ലോ. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും റെയിൽവേയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അതെ, നല്ല വൃത്തിയുള്ള രീതിയിൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊടുക്കുക. അത് ഇപ്പൊ വന്ദേ ഭാരത് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഹൈ ക്ലാസ് ട്രെയിൻ ആണെന്നാണ് എല്ലാരും പറയുന്നത്. എന്തായാലും ഇന്ത്യൻ റെയിൽവേ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്.